നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. മദ്യനയത്തിലെ ഇളവിൽ കോഴ ആരോപണം. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. 2 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നവരെ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഡ്രൈഡേ ഒഴിവാക്കാനും മറ്റ് ഇളവുകൾക്കുമായി കൊടുക്കേണ്ടത് കൊടുക്കണം. പുറത്തു വന്നത് സംഘടനാ വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദ സന്ദേശം. ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം. പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് VD സതീശൻ. 25 കോടി രൂപയുടെ ബാർക്കോഴയെന്ന് K സുധാകരൻ. ശബ്ദരേഖയിലെ ഗൂഢാലോചന പരിശോധിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. കാസർഗോഡ് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് ആന്ധ്രാപ്രദേശിൽ നിന്ന് പ്രതി സമീപവാസി എന്ന സൂചന. നിയമസഭാ സമ്മേളനം ജൂൺ 10 മുതൽ. തദ്ദേശ വാർഡ് വിഭജനത്തിനായി ബില്ല് കൊണ്ടുവരാൻ മന്ത്രിസഭാ തീരുമാനം. നടപടി ഓർഡിനൻസ് ഗവർണർ മടക്കിയതോടെ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. തൃശൂർ നഗരത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. കുത്തൊഴുക്കിൽ കണ്ണൂർ എയർപോർട്ടിന്റെ ചുറ്റുമതിൽ തകർന്ന നാശം. കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറത്ത് മത്സ്യബന്ധന ബോട്ട് ഒഴുകിപ്പോയി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നടപടിയുമായി ഏലൂർ നഗരസഭ. മാനദണ്ഡങ്ങൾ ലംഘിച്ച കമ്പനികളുടെ പട്ടിക ആവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നോട്ടീസ്. കർഷകർക്ക് നഷ്ടപരിഹാരത്തിനുള്ള ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന്. റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറും. വിശദമായ വാർത്തകളിലേക്ക്. മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിനായി കോഴ നൽകണമെന്നാവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്ത്. സംഘടനാ വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് നിർദ്ദേശം. ഡ്രൈഡേ ഒഴിവാക്കാനും മറ്റു ഇളവുകൾക്കുമായി കൊടുക്കേണ്ടത്